1988 നവംബർ ജപ്പാനിലെ മിസോറ്റോയിലെ നിശബ്ദതയെ ഭേദിച്ച് ഒരു അസ്വസ്ഥത പടർന്നു. 16 വയസ്സുകാരിയായ ജുങ്കോ ഫുറോട്ട എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുടെ തിരോധാനം. പഠനത്തിൽ മിടുക്കിയായിരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ചത് അവൾ നിരസിച്ച ഒരു പ്രണയാഭ്യർത്ഥനയായിരുന്നു. സഹപാഠിയായ ഹിരോഷി മിയാനോയുടെ ഇഷ്ടം നിരസിച്ച ജുങ്കോയ്ക്ക് പകരം ലഭിച്ചത് കൊടും ക്രൂരതയുടെ വിധിയായിരുന്നു. മിയാനോയും മറ്റു 3 പേരും ചേർന്ന് ജുങ്കോയെ തട്ടിക്കൊണ്ടുപോയി. ടോക്കിയോയിലെ അഡാച്ചിയിലുള്ള ഒരു വീട്ടിൽ 44 ദിവസമാണ് അവളെ തടവിലാക്കിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള പീഡനങ്ങളാണ് ആ 16 വയസ്സുകാരി നേരിട്ടത്. ലൈംഗിക പീഡനം, ശാരീരിക ആക്രമണം, ആന്തരിക അവയവങ്ങൾക്ക് ഇരുമ്പ് തണ്ട് ഉപയോഗിച്ചുള്ള മുറിവേൽപ്പിക്കൽ, ഫ്രീസറിൽ കിടത്തൽ, ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിക്കൽ, അവളുടെ ഓരോ അസ്ഥികളും തകർക്കപ്പെട്ടു. സ്വന്തം മൂത്രം കുടിക്കാൻ നിർബന്ധിച്ചു. വേദനയിൽ പുളഞ്ഞ ജുങ്കോ മരണത്തിനായി യാചിച്ചു. എങ്കിലും ആരും ദയ കാണിച്ചില്ല. ക്രൂരമായ ഉപദ്രവങ്ങൾക്കിടയിലും താൻ സുരക്ഷിതയാണെന്ന് വീട്ടുകാരെ വിളിച്ചു പറയാൻ അവർ അവളെ നിർബന്ധിച്ചു. പോലീസ് അന്വേഷണം ഒഴിവാക്കാനുള്ള തന്ത്രമായിരുന്നു അത്. 1989 ജനുവരി 4 ചീട്ടുകളിയിലെ തോൽവിയുടെ പേരിൽ പ്രതികൾ ജുങ്കോയെ അതിക്രൂരമായി ഉപദ്രവിച്ചു. ഇരുമ്പ് ബാർബൽ കൊണ്ട് അടിക്കുകയും എണ്ണ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു. ഒടുവിൽ ജുങ്കോ കൊല്ലപ്പെടുന്നു. മറ്റൊരു കേസിൽ പ്രതികൾ പിടിയിലായതോടെയാണ് ജുങ്കോയുടെ കൊലപാതക വിവരം പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ലോകം ഞെട്ടി. മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്തത്ര ക്രൂരതയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ആ ശരീരത്തിൽ. പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. എന്നാൽ അവർക്ക് ലഭിച്ച ശിക്ഷ അവർ ചെയ്ത പാതകത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അവരിന്ന് സ്വതന്ത്രരായി എവിടെയോ ജീവിക്കുന്നു. 36 വർഷങ്ങൾക്കിപ്പുറവും ജുങ്കോ ഫുറോട്ടയുടെ ഓർമ്മകൾ ജാപ്പനീസ് സമൂഹത്തിനൊരു തീരാവേദനയാണ്. ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പാണ് ജുങ്കോയുടെ കഥ ലോകത്തോട് പറയുന്നത്. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിരവധി ജുങ്കോ ഫുറോട്ടമാർ നിശബ്ദമായ പീഡനങ്ങൾ